പത്തനംതിട്ടയിൽ വീടിനു നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. 5 അംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളും CCTV ക്യാമറകളും അക്രമികൾ തല്ലിത്തകർത്തു. മെഴുവേലി സ്വദേശിനി മേഴ്സി ജോണിന്റെ വീടാണ് ആക്രമിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ CCTV തകർത്തു എന്നുള്ളതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് എന്നുള്ള രീതിയിലാണല്ലേ? തീർച്ചയായും ഒരു കുടുംബ പ്രശ്നമാണ് ഈ പത്തനംതിട്ടയിൽ നടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മെഴുവേലി സ്വദേശിനി മേഴ്സി ജോണിന്റെ ആ വീടിൽ കയറിയ 5 അംഗ സംഘത്തിന്റെ മുഖംമൂടി ധരിച്ചുകൊണ്ട് 5 അംഗ സംഘം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിൽ ഒരാൾ കാൽ ഏന്തി വലിച്ചാണ് നടന്നു പോകുന്നത്. പക്ഷേ അയാൾക്ക് കാലിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ സംഘത്തെ പോലീസ് എന്തായാലും തിരിച്ചറിഞ്ഞു. സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് നയിച്ചതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു പ്രാഥമികമായ വിവരം നൽകുന്നുണ്ട്. ഈ കുടുംബങ്ങൾ തമ്മിൽ വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതാണോ ഇത്തരത്തിലുള്ള ആക്രമണ കാരണമെന്നത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ 5 അംഗ സംഘം ആദ്യം വീട് കയറി ആക്രമണം നടത്തുന്നു, വാഹനങ്ങൾ തകർക്കുന്നു. ഇത് കൂടാതെ CCTVയും അടിച്ചു തകർക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘത്തിന് അറിയില്ല, CCTVയുടെ ഹാർഡ് ഡിസ്കിലാണ് ഈ ദൃശ്യങ്ങൾ പതിയുക എന്നത് ഈ സംഘത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമായി അതെന്തായാലും ആ CCTV ദൃശ്യങ്ങൾ അവർക്ക് വീണ്ടെടുക്കാനായിട്ടുണ്ട്. CCTV ക്യാമറകൾ മാത്രമാണ് അവർ അടിച്ചു തകർത്തത്. എന്തായാലും പോലീസ് ഈ സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇലവന്തിട്ട പോലീസ് ഇപ്പോൾ നൽകുന്നില്ല. എന്നാലും അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും പോലീസ് ഇപ്പോൾ ഒരു പ്രാഥമിക ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതിൽ ജാമ്യമില്ലാ വകുപ്പുകളൊന്നും നിലവിൽ ചുമത്തിയിട്ടില്ല. പക്ഷേ ഗുരുതര സ്വഭാവമുള്ള സംഭവമാണെന്നും അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതികളെ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇലവന്തിട്ട പോലീസ് പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.